ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ക്ലാസ് പുനരാരംഭിക്കുകയാണ്. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒടുവിലായി സൂറത്തുൽ അറാഫിലെ 17 സൂക്തങ്ങളാണ് നാം പഠിച്ചത്. അതിൽ 11 മുതലുള്ള ആയത്തുകൾ, 11 മുതൽ 25 വരെയുള്ള ആയത്തുകളിലെ വിഷയം എന്താണ്? ആദം ഇബ്ലീസ് സംഭവമാണ്. ആദം ഇബ്ലീസ് സംഭവം സൂറത്തുൽ ബഖറയിലാണ് നാം ആദ്യം മനസ്സിലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഖുർആനില് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇവിടെ സൂറത്തുൽ അറാഫിൽ കുറച്ചുകൂടി വിശദമായി ഈ വിഷയം പരാമർശിക്കുന്നു എന്ന് മനസ്സിലാക്കും. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ രൂപപ്പെടുത്തി, എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവിൻ. അപ്പൊ എല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 11-ാമത്തെ ആയത്തിൽ ഈ വിഷയം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ അള്ളാഹു തആല ഇബ്ലീസിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, എന്തായിരുന്നു ഞാൻ കൽപ്പിച്ചപ്പോ സുജൂദ് ചെയ്യാൻ നിനക്ക് തടസ്സം എന്തായിരുന്നു? അപ്പൊ ഇബ്ലീസ് എന്തു പറഞ്ഞു? അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, അവനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ഇങ്ങനെയാണ് ഇബ്ലീസിന്റെ ആദ്യ പ്രതികരണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പറയുന്നുണ്ട്, നീ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക, കാരണം നീ അഹങ്കരിച്ചിരിക്കുന്നു. അപ്പൊ ഇബ്ലീസ് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു. എന്താണ് അപേക്ഷ? അന്ത്യനാൾ വരെ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയും എനിക്കൊരു അവസരം തരണം. അപ്പൊ അള്ളാഹു അവസരം നൽകാം എന്ന് പറഞ്ഞു. എന്തിനായിരുന്നു അവസരം കൊടുക്കാൻ പറഞ്ഞത്? നിന്റെ മനുഷ്യരാകുന്ന, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളായ സകലരെയും പിഴപ്പിക്കാനുള്ള അനുവാദമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്റെ ചൊവ്വായ മാർഗത്തിൽ, സിറാത്തുൽ മുസ്തഖീമില് ഞാൻ പതിയിരിക്കും. എന്നിട്ടോ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുവശത്തൂടെയും ഇടതുവശത്തൂടെയും ഞാൻ അവരുടെ മുമ്പിലേക്ക് ചെല്ലും. അവരിൽ അധിക പേരും നിനക്ക് നന്ദിയുള്ളവരല്ല എന്ന് നിനക്ക് മനസ്സിലാകും എന്നൊക്കെ ഇബ്ലീസ് വലിയ വായിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയുടെ ശൈലിയിൽ സംസാരിച്ചു. ഇതാണ് കഴിഞ്ഞ സൂക്തങ്ങളിൽ 17 വരെയുള്ള സൂക്തങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഇനി 18-ാമത്തെ സൂക്തം ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال اخرج منها مذءوما مدحورا لمن تبعك منهم لأملأن جهنم منكم أجمعين. ഇബ്ലീസിന്റെ വെല്ലുവിളിയുടെ ശൈലിയിലുള്ള വാക്കുകൾ മുന്നോട്ട് പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് വീണ്ടും പറയാണ്, ഖാല, അവൻ പറഞ്ഞു, അല്ലാഹു കൽപ്പിച്ചു, ഉഖ്റുജ് മിൻഹാ, ഖറജ, പുറത്തുപോയി, ഉഖ്റുജ്, നീ പുറത്തു പോവുക, മിൻഹ, അതിൽ നിന്ന്, അഥവാ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നീ പുറത്തേക്ക് പോകും. എങ്ങനെ പോകണം? മദ്ഊമൻ, നീചനായിട്ട്, അല്ലെങ്കിൽ നിന്ദ്യനായിട്ട്, അല്ലെങ്കിൽ ആക്ഷേപാർഹനായിട്ട് നീ പുറത്തു പോവുക.
ദമ്മ് എന്ന വാക്കിന് ആക്ഷേപം, നിന്ദ്യത എന്നൊക്കെ അർത്ഥമുണ്ട്. മദ്ഹൂറ, ആട്ടിയോടിക്കപ്പെട്ടവനായും നീ പുറത്തു പോവുക. നിന്ദ്യനായി ആട്ടിയോടിക്കപ്പെട്ടവനായിട്ട് നീ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകും. മദ്ഹൂർ, ആട്ടിയോടിക്കപ്പെട്ടവൻ. അത് തന്നെയാണ് നമ്മൾ ശൈത്താനിർ റജീം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആട്ടിയോടിക്കപ്പെട്ട അല്ലെങ്കിൽ ശപിക്കപ്പെട്ട എന്നാണല്ലോ റജീം എന്ന വാക്കിന് അർത്ഥം പറയാം. അതിനെ മറ്റൊരു ശൈലിയാണ് മദ്ഊമം മദ്ഹൂറ, നിന്ദ്യനും ആക്ഷേപിതനുമായിട്ട് നീ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. എന്നിട്ട് അല്ലാഹു തആല മറ്റൊരു താക്കീത് കൂടി നൽകുന്നുണ്ട്. എന്താണ്? ലമൻ തബിഅക മിൻഹും, ല തീർച്ചയായും, മൻ ആരോ ഒരാള്, തബിഅ പിന്തുടർന്നു, തബിഅക നിന്നെ പിന്തുടരുന്നവനാരോ, അഥവാ വല്ലവരും നിന്നെ പിന്തുടർന്നാൽ, മിൻഹും അവരിൽ നിന്ന് അഥവാ മനുഷ്യരിൽ നിന്ന് നിന്നെ പിന്തുടർന്നാൽ, ല അംല അന്ന, മല അ നിറച്ചു എന്നാണ് അർത്ഥം. മല യംല ഉ നിറച്ചു, അംല ഉ ഞാൻ നിറക്കും, ല അംല അന്ന എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ നിറക്കും എന്നാണ്. ജഹന്നം നരകത്തിൽ നിറക്കും, മിൻകും നിങ്ങളെ, അജ്മഈൻ ഒന്നടങ്കം, നിങ്ങളെ സകലരെയും അഥവാ നിന്നെയും നിനക്ക് വഴിപ്പെടുന്ന സകലരെയും കൊണ്ട് ഞാൻ നരകം നിറക്കും. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്ലീസിന് ശക്തമായ താക്കീത് നൽകിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഉഖ്റുജ് മിൻഹാ മദ്ഊമം മദ്ഹൂറ, ആദ്യം പറയുന്നത് അങ്ങനെയാണ്, നീ നിന്ദ്യനും ആക്ഷേപിതനുമായിട്ട് പുറത്തു പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ആ കൽപ്പനയുടെ ശൈലി ശ്രദ്ധിച്ചില്ലേ? ഒന്നാമത്തേത്, ഇബ്ലീസിന്റെ വലിയ വെല്ലുവിളിയാണ് ഇബ്ലീസ് നടത്തിയത്, അല്ലെ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് ഇബ്ലീസ് വഴിതെറ്റിക്കും എന്ന് പറഞ്ഞു. ആ വെല്ലുവിളിയോടുള്ള പുച്ഛം അള്ളാഹു ഈ താക്കീതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെ? നിനക്കതിനൊന്നും സാധ്യമല്ല, നീ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോ എന്ന് ശക്തമായിട്ട് അള്ളാഹു താക്കീത് ചെയ്യാണ്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ദൃഢതയാണ്. അയ്യോ, നീ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, അവര് പാവങ്ങളാണ്, അവരെങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ എന്നല്ല, മറിച്ച് നീ പുറത്തു പോകൂ എന്ന ധീരമായ നിലപാട് അള്ളാഹു വെളിപ്പെടുത്തുന്നു. അള്ളാഹു സംബന്ധിച്ചിടത്തോളം ഇബ്ലീസ് ആരാണ്? ജിന്ന വർഗത്തിൽപ്പെട്ട അവന്റെ കേവലം ഒരു സൃഷ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തീരുമാനം അവൻ നടപ്പിലാക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇബ്ലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം മനുഷ്യരെ പിഴപ്പിക്കുവാനുള്ള, മനുഷ്യരെ മാത്രമല്ല ജിന്നുകളെയും, പക്ഷെ ജിന്നുകൾ ഇവിടെ പരാമർശ വിഷയമല്ലാത്തതിനാൽ പറയുന്നില്ല, അങ്ങനെ പിഴപ്പിക്കുവാനുള്ള അവസരം കൊടുത്തു. പക്ഷേ അതേ സമയത്ത് ഇബ്ലീസിനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത്. കാരണം സ്വർഗം ഒരിക്കലും ഇങ്ങനെ തിന്മ ചെയ്യുന്ന ധിക്കാരികളായ ആളുകൾക്കുള്ള ഇടമല്ല എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ അതോടൊപ്പം അള്ളാഹു പറഞ്ഞത് എന്താണ്? ഇബ്ലീസിനെ പിന്തുടരാൻ ശ്രമിക്കുന്ന മനുഷ്യരിൽപ്പെട്ട സകലരെയും അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തിൽ പ്രവേശിപ്പിക്കും എന്ന് ശക്തമായ താക്കീതും നൽകുകയുണ്ടായി എന്നുള്ളതാണ്. അത് നമുക്ക് കൂടിയുള്ള താക്കീതാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ആ താക്കീതിന്റെ തുടർച്ചയാണ് ഇന്നും ലോകത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്, അല്ലെ? എന്ന് പറഞ്ഞാൽ നിരന്തരം മനുഷ്യനെ ഇബ്ലീസ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പലതരം മോഹന വാഗ്ദാനങ്ങളിൽ പെടുത്തുന്നു, അങ്ങനെ മനുഷ്യൻ അതിൽ ചെന്നുപെടുന്നു. ഇത് ലോകത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അഥവാ തിന്മകൾ ഉണ്ടാകുന്നത് പൈശാചിക പ്രേരണയാലാണ്. പക്ഷെ ഇത് പൈശാചികമാണ്, ഞാനിതിന് വഴിപ്പെട്ട് കൊടുക്കരുത് എന്ന ബോധ്യം മനുഷ്യന്റെ അകത്തുണ്ട്. പക്ഷെ എന്നാലും മനുഷ്യൻ പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നു
എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ വിഷയത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കാം. ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അതേസമയം അല്ലാഹു തആല സ്വർഗത്തിൽ താമസിപ്പിക്കുന്നു ആരെ? ആദമിനെയും ആദമിന്റെ ഇണയെയും. ആദം അലൈഹിസ്സലാം അന്ന് പ്രവാചകനായിട്ടുണ്ടോ? പ്രവാചകനായിട്ടില്ല. ഇപ്പൊ മനുഷ്യൻ മാത്രമാണ്. ആദമിന്റെ ഇണയായിട്ട് ഹവ്വ ബീവിയെയും അല്ലാഹു തആല സ്വർഗത്തിൽ താമസിപ്പിക്കുന്ന പരാമർശമാണ് 19-ാമത്തെ ആയത്തിൽ വരുന്നത്. വയാ ആദം, അല്ലാഹു വിളിക്കാണ്, ഓ ആദം, ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ഉസ്കുൻ, സക്കന എന്ന് പറഞ്ഞാൽ താമസിച്ചു എന്നാണ് അർത്ഥം. വസിച്ചു അല്ലെങ്കിൽ താമസിച്ചു. പിന്നെ അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് സക്കീനത്തുണ്ട്. വീടിന്റെ അറബി വാക്ക് മസ്കൻ എന്നാണല്ലോ. മസ്കൻ എന്ന് പറഞ്ഞാൽ സക്കീനത്തുള്ള അല്ലെങ്കിൽ സുക്കൂനത്തുള്ള ഇടം എന്നാണ്. ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഇടം. അപ്പൊ ഇവിടെ അള്ളാഹു അവരോട് കൽപ്പിക്കാണ്, ഉസ്കുൻ, നീ താമസിക്കുക, അന്ത, നീയും, വസൗജുക, നിന്റെ ഇണയും, അൽ ജന്ന, സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുക. എന്നിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഫ, എന്നിട്ടോ, കുല, അക്കല, തിന്നു, യഅ്കുലു, തിന്നും. കുൽ, നീ തിന്നുക. കുല, നിങ്ങൾ രണ്ടുപേർ തിന്നുക. കുലു എന്നാകുമ്പോ നിങ്ങൾ ഭക്ഷിക്കുക എന്നായിരിക്കും അർത്ഥം. ഇവിടെ രണ്ടുപേരോടാ പറയുന്നത്. കുല, നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കുക. മിൻ ഹൈസു ശിഅ്തുമ. ഹൈസു എന്ന് പറഞ്ഞാൽ എവിടെയോ അവിടെ എന്നാണ് അർത്ഥം. ഷാ, ഉദ്ദേശിച്ചു. ശിഅ്ത, നീ ഉദ്ദേശിച്ചു. ശിഅ്തുമ, നിങ്ങൾ രണ്ടുപേർ ഉദ്ദേശിച്ചു. മിൻ ഹൈസു ശിഅ്തുമ, എവിടെ വെച്ചാണോ അവിടെ വെച്ച്, അഥവാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്ത് വെച്ച് ഇഷ്ടമുള്ളത് കഴിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. വലാ തഖ്റബ, എന്നിട്ട് അല്ലാഹു തആല ഒരു കൽപ്പന കൂടി, ഒരു നിർദ്ദേശം കൂടി നൽകുക. വല, അതോടൊപ്പം അരുത്, തഖ്റബ, നിങ്ങൾ രണ്ടുപേരും അടുക്കരുത്. ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിന്റെ അടുക്കൽ. ഒരു പ്രത്യേക വൃക്ഷത്തിലേക്ക് ചൂണ്ടിയിട്ട് പറയാണ്, ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിലേക്ക് അടുക്കരുത്. അങ്ങനെ അടുത്താലോ, ഫ, അപ്പോൾ, തക്കൂന, കാന, ആയി, യക്കൂനു, ആകും, തക്കൂനു, നീ ആകും, തക്കൂന, നിങ്ങൾ രണ്ടുപേരും ആകും, മിനദ്ദാലിമീൻ, അക്രമികളിൽ പെട്ടുപോകും എന്നാണ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും അക്രമികളിൽ പെട്ടുപോകും, അല്ലെങ്കിൽ അധർമ്മകാരികളിൽ പെട്ടുപോകും എന്ന് അല്ലാഹു തആല രണ്ടുപേരെയും താക്കീത് ചെയ്യണം. അപ്പൊ ഇത് മനുഷ്യകുലത്തിനുള്ള താക്കീത് തന്നെയാണ് എന്ന് പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വയാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, ഓ ആദം, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ വസിച്ചു കൊള്ളുക. ഫക്കുല, നിങ്ങൾ രണ്ടുപേരും ഭക്ഷിച്ചു കൊള്ളുക. മിൻ ഹൈസു ശിഅ്തുമ, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നിടത്ത് വെച്ച് ഭക്ഷിച്ചോളും. വലാ തഖ്റബ ഹാദിഹി ഷജറ, എന്നാൽ ഈ വൃക്ഷത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും അടുക്കരുത്. ഫതകൂന മിനദ്ദാലിമീൻ, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളിൽ പെട്ടുപോകും. ഇവിടെ അറബി ഭാഷയുടെ ഒരു സൗന്ദര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ ആ വാചകം മുഴുവനും, അതിലെല്ലാ ക്രിയകളും വാക്കുകളും അല്ലാഹു രണ്ടു പേർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രയോഗിക്കുക ചെയ്യുന്നത്, അല്ലെ? അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് മനസ്സിലാക്കണം. അന്ത വസൗജുകൽ ജന്ന എന്ന് ആദ്യം പറഞ്ഞു, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചോളാം. പിന്നെ അവരോട് രണ്ടുപേരോടാ പറയുന്നത്, കുല, നിങ്ങൾ രണ്ടുപേരും ഭക്ഷിച്ചോളൂ. ശിഅ്തുമ, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നിടത്ത് വെച്ച്. വലാ തഖ്റബ, നിങ്ങൾ രണ്ടുപേരും അടുത്തു പോകരുത്. ഹാദിഹി ഷജറ, ആ വൃക്ഷത്തിന്റെ അടുക്കൽ. ഫതകൂന, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആകും, അക്രമികളാകും. 4 തവണ. ശരിക്കും മറ്റു ഭാഷയില് ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും
നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് അതൊരു ബോറൻ സ്റ്റൈലായിരിക്കും, അല്ലെ? മടുപ്പിക്കുന്ന രീതിയാണ്. പക്ഷെ ഖുർആനിന്റെ ഭാഷാ സൗന്ദര്യത്തിന് സവിശേഷത അതാണ്. ഖുർആനിലെ വാക്കുകളെല്ലാം ഇന്റർലോക്ക്ഡ് ആണ് എന്ന് പറയുന്നതിന്റെ കാരണവും അതാണ് എന്ന് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെ അവരോട് അള്ളാഹു താല കൽപ്പിച്ചു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്, അല്ലെ? സൂറത്തുൽ ബഖറയിലും ഇതിന് സമാനമായ ശൈലിയിലുള്ള പരാമർശം വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്വർഗത്ത് താമസിക്കൂ, എന്നിട്ട് അവിടെ ഭക്ഷിക്കൂ എന്ന് പറയാം. അപ്പൊ സ്വർഗത്തിൽ വെച്ച് തന്നെ അള്ളാഹു താല ഒരു പരീക്ഷണത്തിന്റെ സാഹചര്യം രൂപപ്പെടുത്തുന്നുണ്ട്, അല്ലെ? എന്നും മനസ്സിലാവും. നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ, ഇഷ്ടമുള്ളതെന്തും എവിടെ വെച്ചും കഴിച്ചോളൂ, പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം. എന്താണ്? ഈ ഒരു വൃക്ഷത്തിന്റെ നേരെ മാത്രം നിങ്ങൾ അടുക്കരുത്, അടുത്താൽ അക്രമികളാവും. ശരിക്കും ഈ ലോകത്തും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? അള്ളാഹു താല നമുക്ക് ഈ ലോകത്ത് പരീക്ഷണം നിശ്ചയിച്ചിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ പരീക്ഷണം എങ്ങനെയാണ്? എല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാ പരീക്ഷിക്കുന്നത്. ഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള സകലതും നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്, അല്ലെ? എന്നിട്ട് ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിരിക്കും. ഹലാൽ ഹറാം എന്ന് പറയുമ്പോൾ ഹലാലാണോ ഹറാമാണോ കൂടുതൽ? ഹലാലാണ് കൂടുതൽ. മനുഷ്യന്റെ പ്രകൃതിക്ക് ജീവിതത്തിന് ആവശ്യമായ സകലതും അനുവദിക്കാണ് അള്ളാഹു ചെയ്തത്. എന്നിട്ട് അതിൽ ചിലത് നിഷിദ്ധമാണ് എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. നിങ്ങൾ കുടിച്ചോളൂ, വെള്ളം കുടിക്കാം എന്ന് പറയുന്ന കൽപ്പന തന്നെ എവിടെയും പറയുന്നില്ല, ഉണ്ടോ? ഇഷ്ടം പോലെ കുടിക്കാം, ഇഷ്ടം പോലെ കുടിക്കാം, എന്തും കുടിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, മദ്യം കുടിക്കരുത്. ഒരെണ്ണം മാത്രമാണ് ഹറാമാക്കിയത്, അല്ലെ? അതുമായി ബന്ധപ്പെട്ട അഥവാ ലഹരി ഉള്ളത് കുടിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തിന്നാം, പക്ഷെ ലഹരി ഉള്ളത് കഴിക്കരുത്. അതേപോലെ തന്നെ പന്നിമാംസവും അതിനനുബന്ധമായ ചിലത്, അള്ളാഹുവിന്റെ പേരിൽ അറുക്കപ്പെടാത്തത് കഴിക്കരുത്. അപ്പൊ ഹറാം വളരെ കുറച്ചേ ഉള്ളൂ, ഹലാലാണ് കൂടുതൽ. അതിൽ ഓരോന്നും എടുത്തു പറയേണ്ട കാര്യമില്ല, അല്ലെ? ചായ കുടിക്കാമോ, അതല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാമോ, ഇങ്ങനെ പറയുന്നില്ല. എല്ലാം കഴിച്ചോളൂ, പക്ഷെ ലഹരി ഉള്ളത് ഉപയോഗിക്കരുത്, ആരോഗ്യത്തിന് ഹാനികരമായത് ഉപയോഗിക്കരുത് എന്ന നിലക്കാണ് നിയന്ത്രണങ്ങളുള്ളത്. അത് തന്നെയാണ് ഇവിടെ സ്വർഗത്തിൽ വെച്ച് അള്ളാഹു തആല ഇവർക്ക് നൽകുന്ന നിർദ്ദേശത്തിൽ നമ്മൾ കാണുന്നത്. ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ, ഇഷ്ടമുള്ളതെന്തും ഇഷ്ടമുള്ളയിടത്ത് വെച്ച് നിങ്ങൾ കഴിച്ചോളൂ. അങ്ങനെ സ്വർഗത്തെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബഫെ സിസ്റ്റത്തിലാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും എവിടെ വെച്ചും കഴിക്കാം എന്ന് പറയാം. എന്നിട്ടൊരു കണ്ടീഷൻ, ആ ഒരു വൃക്ഷം ഉണ്ടല്ലോ അതിന്റെ നേരെ അടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ജീവിതവും? അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് അള്ളാഹു അത് മാത്രം നിഷിദ്ധമാക്കി? അപ്പൊ അതുകൊണ്ട് മദ്യം ഒന്ന് രുചിച്ച് നോക്കണമല്ലോ, അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? ഇങ്ങനെ ആളുകൾ പെട്ടുപോകുന്നു, അല്ലെ? എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, പക്ഷെ അള്ളാഹു അതൊരു നിയന്ത്രണം രേഖയായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയെങ്കിലും അതിനെ മറികടക്കണം എന്നുള്ള ആഗ്രഹമാണ് മനുഷ്യന്റെ മനസ്സിൽ അതോടുകൂടി പൊട്ടിമുളക്കുന്നത് എന്ന് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയന്ത്രണ രേഖകൾ അതിനെ മറികടക്കാതിരിക്കുക എന്നതാണ് തഖ്വ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ഈ ലോകത്ത് ഈ താൽക്കാലികമായ ഈ ജീവിതത്തിൽ, അല്പായുസ്സായ ഈ ജീവിതത്തിൽ കുറച്ച് നിയന്ത്രണങ്ങൾ പാലിച്ചാലോ നാളെ സ്വർഗലോകത്ത് ശാശ്വതമായി എന്തും അനുഭവിക്കാം എന്നുള്ള വാഗ്ദാനവും അല്ലാഹു തആല നൽകുന്നുണ്ട്. ഏതായാലും മനുഷ്യനെ അല്ലാഹു തആല ഇങ്ങനെ പരീക്ഷിക്കാൻ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ആദം ഇപ്പൊ കേവലം ഒരു മനുഷ്യനാണ്, അല്ലെ? പ്രവാചകത്വ പദവിയിലേക്ക് ഉയർത്തിയിട്ടില്ല. ഭൂമിയിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് പ്രവാചകനായിട്ട് മാറുന്നത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദം മനുഷ്യന്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദമിനും മലക്കുകൾക്കും ഇടയിൽ അല്ലാഹു തആല ഒരു പരീക്ഷണം ആദ്യം നടത്തിയിരുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം, അല്ലെ? അറിവിന്റെ കാര്യത്തിലാണ്.
ആദമിന് സവിശേഷമായ അറിവുകൾ അള്ളാഹു നൽകി, അതേ സമയത്ത് മലക്കുകൾക്ക് നൽകിയില്ല. എന്നിട്ടാണ് പരീക്ഷണം നടത്തിയത്. ആ പരീക്ഷണത്തിൽ ആദം വിജയിക്കുന്നു. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ട എന്താണ്? അള്ളാഹു താല ആദമിന് സവിശേഷമായ പല അറിവുകളും കഴിവുകളും നൽകും. ആദം എന്ന് പറയുമ്പോൾ മനുഷ്യ കുലത്തിന് പ്രത്യേകമായ കഴിവുകളും അറിവുകളും നൽകുന്നുണ്ട് എന്നതാണ്. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ ദൗർബല്യമാണ് ഇവിടെ അള്ളാഹു ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. എന്താണ്? മനുഷ്യൻ പെട്ടെന്ന് ഏത് സാഹചര്യത്തിനും അടിമപ്പെട്ടു പോകാം, പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് അള്ളാഹു താല ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കാൻ പോവാണ്. എല്ലാം കഴിക്കാം, പക്ഷെ ആ ഒരു വൃക്ഷത്തിലേക്ക് അടുക്കരുത് എന്നല്ലേ പറഞ്ഞത്. പക്ഷെ അതിനോട് തന്നെ എന്തോ ഒരു താല്പര്യം മനുഷ്യന് തോന്നി തുടങ്ങാം. വിവാഹം കഴിച്ചോളൂ, ആ നിലയ്ക്ക് കുടുംബജീവിതം നയിച്ചോളൂ, കുടുംബത്തിലെ എല്ലാ സന്തോഷങ്ങളും പങ്കുവെച്ചോളൂ. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു രീതി ഉണ്ടല്ലോ, അതല്ലാത്ത അവിഹിത ബന്ധങ്ങളിലേക്ക് പോകരുതെന്ന് പറയുമ്പോൾ മനുഷ്യന് അതിനോട് എന്തോ ഒരു ആഗ്രഹം തോന്നിപ്പിക്കാം. അവിടെയാണ് ആത്മനിയന്ത്രണം പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് ഇങ്ങനെ കൽപ്പിച്ചതിന് ശേഷം പിന്നെ എന്താ ഉണ്ടായത് എന്നതാണ് 20-ാമത്തെ ആയത്തിലെ പരാമർശം. ഫവസ്വസ ലഹുമ ശൈത്താനു ലിയുബ്ദിയ ലഹുമ മാ ഉരിയ അൻഹുമാ മിൻ സൗആതിഹിമ. അപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലാഹു തആല കൽപ്പിച്ചു, ആദമിനെയും ഹവ്വ ബീവിയെയും സ്വർഗത്തിൽ താമസിപ്പിച്ചു. അപ്പോൾ ഉടനെ തന്നെ എന്ത് സംഭവിക്കുന്നു? വസ്വസ ലഹുമ ശൈത്താൻ. വസ്വസ യുവസ്വിസു, ദുർബോധനം ചെയ്തു എന്നാണ് അർത്ഥം. പ്രലോഭിപ്പിച്ചു എന്ന് അർത്ഥം പറയാം. പ്രലോഭിപ്പിച്ചു, വസ്വസ. ശരിക്ക് അതില് പല ആശയങ്ങളുണ്ട്. എന്താണ്? ശ്വാസം അടക്കിയിട്ട് കാതിൽ മന്ത്രിക്കൂലേ, ഒരാളുടെ കാതിലേക്ക് മറ്റൊരാൾ ഇങ്ങനെ പറയുമ്പോൾ അയാളുടെ ശ്വാസം അടക്കിയുള്ള വാക്കുകളാണ് കേൾക്കുക. അപ്പൊ അങ്ങനെയുള്ള കുശുകുശുപ്പ് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ആശയം കൈമാറുക എന്നൊക്കെയുള്ള ആശയമാണ് വസ്വസയ്ക്കുള്ളത്. അപ്പൊ അതില് ദുർബോധനം അല്ലെങ്കിൽ രഹസ്യമായ പ്രേരണ, മനുഷ്യന്റെ മനസ്സിനെ ഇളക്കാൻ, ചഞ്ചലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഫവസ്വസ ലഹുമ ശൈത്താൻ, പിശാച് അവരെ രണ്ടുപേരെയും ആശയക്കുഴപ്പത്തിലാക്കി, ദുർമന്ത്രത്തിന് വിധേയമാക്കി, പ്രലോഭിപ്പിച്ചു, അവരില് രഹസ്യമായ പ്രേരണകൾ ഉണ്ടാക്കി എന്നാണ് ഉദ്ദേശം. എങ്ങനെ? ലിയുബ്ദിയ ലഹുമ, ബദ വെളിപ്പെട്ടു എന്നാണ്. അബ്ദ എന്ന് പറയുമ്പോൾ വെളിപ്പെടുത്തി എന്നാണ് അർത്ഥം. ലിയുബ്ദിയ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ലഹുമ അവർക്ക് രണ്ടുപേർക്കും. എന്താ വെളിപ്പെടുത്തുന്നത്? മാ ഉരിയ അൻഹുമാ മിൻ സൗആതിഹിമ. മാ ഉരിയ മറഞ്ഞിരിക്കുന്നതെന്തോ അത്, മറക്കപ്പെട്ടത് എന്നാണ് ഉരിയ. വറ എരി എന്ന് പറഞ്ഞാൽ മറഞ്ഞു എന്നാണ്. വറാ എന്ന വാക്കിന് പിന്നിലുള്ളത് എന്നാണല്ലോ അർത്ഥം. പിന്നിലുള്ളത് നമ്മൾ കാണുന്നില്ല. മാ ഉരിയ മറക്കപ്പെട്ടതെന്തോ അത്, അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്നത്. അൻഹുമ അവർ രണ്ടുപേരിലും. മിൻ സൗആതിഹിമ അവർ രണ്ടുപേരുടെയും നഗ്നതകൾ, ഒളിച്ചു വെക്കപ്പെട്ട നഗ്നതകൾ അവർക്ക് രണ്ടുപേർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് പിശാച് ഇങ്ങനെ ചെയ്തത്. ഒരു പ്രത്യേക ശൈലിയാണ് അവിടെ അള്ളാഹു പ്രയോഗിച്ചത്. അവരിൽ ഒളിഞ്ഞു നിന്നിരുന്ന നഗ്നത വെളിപ്പെടാൻ വേണ്ടിയാണ് പിശാച് അവരിൽ ദുർബോധനം ചെയ്തത്. എന്താ അങ്ങനെ പറഞ്ഞാല് അതൊരു പ്രത്യേക ആശയമാണ്. നമുക്ക് പിന്നീട് അത് വിശദീകരിക്കാം അർത്ഥം പറഞ്ഞതിന് ശേഷം. വഖാല, ഇബ്ലീസ് അവരോട് പറയാണ്, മാ നഹാകുമ റബ്ബുകുമ അൻ ഹാദിഹി ഷജറ. മാ ഇല്ല, നഹ നിരോധിച്ചു, തടഞ്ഞു. നഹാകുമ
നിങ്ങളെ രണ്ടുപേരെയും തടഞ്ഞിട്ടില്ല, നിരോധിച്ചിട്ടില്ല. റബ്ബുക്കുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ്, അൻ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിൽ നിന്ന് തടഞ്ഞിട്ടില്ല. ഇല്ല അൻ തക്കൂന, നിങ്ങൾ രണ്ടുപേരും ആകും എന്ന കാരണമല്ലാതെ, നിങ്ങൾ രണ്ടുപേരും ആകും എന്ന കാരണത്താലല്ലാതെ. എന്താകും? മലക്കൈനി, രണ്ട് മലക്കുകൾ. ഔ, അല്ലെങ്കിൽ അതോടൊപ്പം തക്കൂന, നിങ്ങൾ രണ്ടുപേരും ആകാതിരിക്കാൻ വേണ്ടിയാണ്. മിനൽ ഖാലിദീൻ, ശാശ്വതന്മാർ ആകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മരണമില്ലാത്ത നിത്യജീവികൾ ആകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് എന്നാണ് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് കാരണമായിട്ട് പറയുന്നത്. രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് അല്ലെ. എന്തുകൊണ്ടാണ് ഈ വൃക്ഷത്തിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞത്? അതിലെ ഒരു കാരണം, നിങ്ങൾ അതിലെ കനി ഭക്ഷിച്ചാൽ മലക്കുകളാകും. നിങ്ങൾ മലക്കുകളാകാൻ പാടില്ല എന്നാണ് അള്ളാന്റെ തീരുമാനം. രണ്ടാമത്തത് എന്താ പറഞ്ഞത്? നിങ്ങൾ അതിലെ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ ചിരഞ്ജീവികളാകും, പിന്നെ നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല. അപ്പൊ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വൃക്ഷത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് ഇബ്ലീസ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ്. അപ്പൊ അതൊരു പ്രത്യേകമായ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. ഫവസ്വസ ലഹുമ ശൈത്താൻ, ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. പിശാജ് അവരെ രണ്ടുപേരെയും പ്രലോഭിപ്പിച്ചു, രണ്ടുപേരെയും ദുർബോധനം ചെയ്തു. ലിയുബ്ദിയ ലഹുമ, അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്, മാ ഉരിയ അൻഹുമ, അവരിൽ മറക്കപ്പെട്ടിരുന്ന, മിൻ സൗആത്തിഹിമ, അവരുടെ നഗ്നത അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് പിശാജ് അവരെ വസ്വാസിലാക്കിയത്. വഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, മാ നഹാകുമാ റബ്ബുക്കുമാ, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തടഞ്ഞിട്ടില്ല, അൻ ഹാദിഹി ഷജറ, ഈ വൃക്ഷം, ഇല്ല അൻ തക്കൂന മലക്കൈൻ, നിങ്ങൾ രണ്ടുപേരും മലക്കുകൾ ആകും എന്ന ഒരു കാരണമല്ലാതെ. അതിലെ കനി ഭക്ഷിച്ചാൽ നിങ്ങൾ മലക്കുകളായി മാറും, അതുകൊണ്ടാണ് നിങ്ങൾ അവൻ തടഞ്ഞത്. ഔ തക്കൂന മിനൽ ഖാലിദീൻ, അതല്ലെങ്കിലോ നിങ്ങൾ രണ്ടുപേരും മരണമില്ലാത്ത ശാശ്വതരായി മാറും എന്നതുകൊണ്ടാണ് അവൻ നിങ്ങൾ രണ്ടുപേരെയും തടഞ്ഞത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഫവസ്വസ ലഹുമ ശൈത്താൻ, പിശാജ് അവരെ ദുർബോധനം ചെയ്തു എന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാവും. എന്താണ്? പിശാജിനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതല്ലേ? നേരത്തെ വന്നല്ലോ 18ാമത്തെ ആയത്തില്, ഉഖ്റുജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറ, നീ നിന്ദ്യനും ആക്ഷേപിതനുമായിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകും എന്ന് അല്ലാഹു തആല പിശാചിനെ ആട്ടിപ്പുറത്താക്കിയതല്ലേ? അതിനുശേഷമല്ലേ ആദം ഹവ്വ ദമ്പതികളെ സ്വർഗത്ത് പ്രവേശിപ്പിച്ചത്? പിന്നെ എങ്ങനെയാണ് ഇബ്ലീസ് അവിടെ എത്തിയത് എന്നൊരു ചോദ്യമാണ്. അപ്പൊ അത് നേരത്തെ അല്ലാഹു തആല നൽകിയ അനുവാദത്തിൽ പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നക മിനൽ മുൻദരീൻ, നിനക്ക് അവസരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? എന്തിനുള്ള അവസരം? മനുഷ്യകുലത്തെ പിഴപ്പിക്കാനുള്ള അവസരം കൊടുത്തു. അതെവിടെയാണ്? എവിടെയായിരുന്നാലും, അത് ഭൂമിയിൽ വെച്ച് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതിനാൽ ഇപ്പോൾ സ്വർഗത്തിലുള്ള ഈ രണ്ട് മനുഷ്യരെയും പിഴപ്പിക്കാൻ അള്ളാഹു ഇബ്ലീസിന് അനുവാദം കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ പോലെയല്ല. മനുഷ്യന് അവന്റെ ശാരീരികമായ പരിമിതിയുണ്ട്. ഇപ്പൊ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല, വാതിലടച്ചാൽ അകത്ത് കയറാൻ പറ്റില്ല. ജിന്നിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ അപ്പോഴും അള്ളാഹുവിന് ജിന്നിനെ തടയാൻ പറ്റും എന്നത് മറ്റൊരു വിഷയമാണ് അല്ലേ? പക്ഷെ ഇബ്ലീസിന് ജിന്ന് വർഗത്തിൽപ്പെട്ടവനായതിനാൽ ശാരീരികമായ പരിമിതികളില്ല, എവിടെയും കടന്നെത്താം. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീടിന് ഗേറ്റ് ഉണ്ട്, പിന്നെ നല്ലൊരു വാതിലുണ്ട്, ഫ്രണ്ട് ഡോറുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ്റൂമിൽ പിന്നെയും ഡോറുകളുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ഇബ്ലീസ് നമ്മുടെ വീട്ടിനകത്തെത്തുന്നില്ലേ? അല്ലേ? നമ്മുടെ മൊബൈൽ ഫോണിലൂടെ
തെറ്റായ കാഴ്ചകളിലൂടെ ഇബ്ലീസ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, അല്ലെ? പള്ളിയിൽ പോലും ഇബ്ലീസ് എത്തുന്നു. നമ്മൾ നല്ല കാര്യങ്ങളിൽ, നമസ്കാരത്തിൽ, ദിക്റിൽ, ദുആയിലൊക്കെ ഏർപ്പെടുമ്പോൾ ഇബ്ലീസ് അപ്രത്യക്ഷനാവും. അത് കഴിയുമ്പോൾ പിന്നെയും തിരിച്ചു വരും, അല്ലെ? പള്ളികളിൽ പോലും സംഘർഷവും പ്രശ്നമൊക്കെ ഉണ്ടാവുന്നില്ലേ? അപ്പൊ അതിനാൽ ഇബ്ലീസിന് ശാരീരികമായ പരിമിതികളില്ല. മറ്റൊന്ന്, അല്ലാഹു തആല അയാൾക്ക് ആ നേരത്തെ അനുവാദം കൊടുത്തിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്തോളൂ, പക്ഷേ നിനക്കത് സാധ്യമല്ല എന്ന് പറഞ്ഞോളൂ. അതിനാൽ പുറത്താക്കപ്പെട്ട ഇബ്ലീസിന് സ്വർഗത്തിൽ ആദമിനെ പിഴപ്പിക്കുക എന്ന ഉദ്ദേശത്തിലുള്ള അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഫവസ്വസ ലഹുമ ശൈത്താൻ, അങ്ങനെയാണ് പിശാച് അവരെ രണ്ടുപേരെയും പിഴപ്പിച്ചത്, രണ്ടുപേരെയും വഴികേടിലാക്കുന്നത് അഥവാ ദുർബോധനത്തിൽ അകപ്പെടുത്തുന്നത്. അവിടെ ലഹുമ എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. എന്താണ്? ഹവ്വാ ബീവിയുടെ തലയണ മന്ത്രം കാരണമായിട്ടാണ് ആദം ഈ തെറ്റിൽ അകപ്പെട്ടത് എന്ന് പറയുന്നൊരു ശൈലിയുണ്ട്, അല്ലെ? ബൈബിളിന്റെ ഭാഷ്യത്തിലൊക്കെ അങ്ങനെ മനസ്സിലായി പോകും. പക്ഷെ ഖുർആൻ ഖണ്ഡിതമായി നീതിബോധത്തോടെ പറയാണ്, ഒരിക്കലും പെണ്ണല്ല ആണിന്റെ ഈ വഴികേടിന്റെ കാരണം, മറിച്ച് ഫഅസല്ലഹുമ ശൈത്താൻ. സൂറത്തുൽ ബഖറയിൽ വന്നില്ലേ, അവരെ രണ്ടുപേരെയും പിശാചാണ് വഴിതെറ്റിച്ചത്. ഇവിടെയും അതേ ശൈലിയിൽ തന്നെയാണ് ഫവസ്വസ ലഹുമ ശൈത്താൻ, പിശാച് അവരെ രണ്ടുപേരെയും പ്രലോഭിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പൊ അതിനാൽ ആദിപാപത്തിന്റെ കാരണം പെണ്ണാണ് എന്ന നിലക്കുള്ള അന്ധവിശ്വാസം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ചിലര് പറഞ്ഞ് അതിനൊക്കെ അപ്പുറം പറഞ്ഞു. എന്താണ്? അങ്ങനെ പുരുഷനെ വഴിതെറ്റിച്ച കാരണത്താലാണ് സ്ത്രീകൾ ഓരോ മാസവും ശാരീരികമായ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെയാണോ? അല്ല. അല്ലാഹു തആല അവരെ ഏൽപ്പിച്ച വളരെ മഹത്തരമായൊരു ദൗത്യമുണ്ട്. അവന്റെ സൃഷ്ടി പ്രക്രിയയിൽ, മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട മഹത്തരമായ ഒരു ദൗത്യം അല്ലാഹു തആല സ്ത്രീകളെ ഏൽപ്പിച്ചു, അല്ലെ? ഉമ്മയാവുക. അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ മാസവും അവർ പ്രത്യേകമായ ശാരീരിക അവസ്ഥകൾ ഉണ്ടാകുന്നത്. അതിനെപ്പോലും ഇതിനോട് ചേർത്ത് കെട്ടിയിട്ട് അതുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ ഒരു ശപിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വിഭാഗമാണ് എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനിച്ചവരുണ്ട്. പക്ഷെ ഖുർആൻ നീതിപൂർവം പറയാണ്, ഫവസ്വസ ലഹുമ ശൈത്താൻ, പിശാചാണ് അവർ രണ്ടുപേരെയും വഴിപിഴപ്പിച്ചത്. എന്നിട്ടാ പറഞ്ഞത്, എന്തിനാണ് പിഴപ്പിച്ചത്? ലിയുബ്ദിയ ലഹുമ മാ ഉരിയ അൻഹുമ മിൻ സൗആതിഹിമ, അവർ രണ്ടുപേരിലും മറിഞ്ഞു കിടന്നിരുന്ന അവരുടെ നഗ്നത വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. നഗ്നത വെളിപ്പെടുത്താൻ ഇങ്ങനെയൊക്കെ ചെയ്യണോ? അതൊരു ശൈലിയാണ്, സവിശേഷമായൊരു ശൈലിയാണ്, ഒരുപാട് വ്യാഖ്യാനിക്കപ്പെട്ട ഒരു പ്രയോഗമാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരാള് ആക്സിഡന്റിൽ മരിച്ചു, അവൻ മരിക്കാൻ വേണ്ടിയിട്ട് ആ ബസ് കയറി, അങ്ങനെ പറയും. അയാൾ മരിക്കാൻ കയറിയാണോ? മരിക്കാൻ കയറിയതല്ല, അയാൾ എവിടെ പോകാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ ആ ബസ് കയറി അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോഴേക്ക് ബസ് ആക്സിഡന്റ് ആയി, അയാൾ മരിച്ചു. മരിക്കാൻ വേണ്ടിയിട്ട് ബസ് കയറിയ മാതിരി എന്ന് പറയും. ഇതേപോലെ അള്ളാഹു ഒരു പ്രയോഗം നടത്താണ്, അവരുടെ നഗ്നത വെളിപ്പെടുത്താൻ വേണ്ടി എന്ന പോലെയാണ് പിശാച് അവരെ വഴികേടിലപ്പെടുത്തിയത് എന്നാ പറയുന്നത്. എന്താണ് നഗ്നത വെളിപ്പെടാന്ന് പറഞ്ഞാൽ? പല വ്യാഖ്യാനങ്ങൾ പലരും പറയുന്നുണ്ട്, അതിനൊന്നും വലിയ അടിസ്ഥാനങ്ങളില്ല. അവര് നേരത്തെ വസ്ത്രം ധരിച്ചവരായിരുന്നു എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. ഇപ്പൊ മനുഷ്യന്റെ നഖം ഇല്ലേ, ഈ നഖം മനുഷ്യന് നേരത്തെ മൊത്തം നഖം കൊണ്ടുള്ള വസ്ത്രമായിരുന്നു, അതിൽ അവസാനത്തെ ഭാഗം അവിടെ ബാക്കിയായതാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർ. അതുപോലെ മുടി, മനുഷ്യന്റെ മുടി മുഴുവനും ഉണ്ടായിരുന്നു, അങ്ങനെ മുടി കൊണ്ടാണ് പിന്നെ നഗ്നത മറച്ചിരുന്നത്, അത് പിന്നീട് നീങ്ങിപ്പോയി ഈ സംഭവത്തോടു കൂടി എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. മനുഷ്യൻ പ്രത്യേകമായൊരു പ്രകാശത്താൽ ആവരണം ചെയ്യപ്പെട്ടവനായിരുന്നു, അതിനാൽ അവന്റെ നഗ്നത വെളിപ്പെടുമായിരുന്നില്ല. പക്ഷേ ഈ സംഭവത്തോടെ, ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതോടെ നഗ്നത വെളിപ്പെട്ടു. ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് കുറെ കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ബുദ്ധിപരമായൊരു വ്യാഖ്യാനം എന്തായിരിക്കും? മനുഷ്യനിലെ നിഷ്കളങ്ക ഭാവമുണ്ടല്ലോ,
മനുഷ്യൻ ഏറ്റവും നിഷ്കളങ്കം എന്ന് പറയുമ്പോൾ ഇപ്പൊ കുഞ്ഞ് അല്ലെ, ഇപ്പൊ 2 വയസ്സുള്ള കുട്ടി ഡ്രസ്സൊന്നും ധരിക്കാതെ നമ്മുടെ മുമ്പിലേക്ക് വരും. എത്ര ആളുകൾ ഉണ്ടായാലും ഡ്രസ്സ് ഇടാതെ തന്നെ പെട്ടെന്ന് ആൾക്കൂട്ടത്തിലേക്ക് വരും. എന്താ കാരണം? അതിന് നിഷ്കളങ്ക ഭാവമാണ്. താൻ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നുള്ള വിചാരം തന്നെ ആ കുട്ടിയുടെ മനസ്സിലില്ല അല്ലേ. അതേ സമയത്ത് പിന്നീട് ഉണ്ടല്ലോ കുറെ കൂടി പക്വതയിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ വസ്ത്രം ധരിക്കണം, മറ്റുള്ളവർക്ക് ധരിച്ചിട്ടുണ്ട്, ഞാൻ മറച്ചു വെക്കേണ്ട ചില ഭാഗങ്ങൾ എൻ്റെ ശരീരത്തിലുണ്ട് എന്നൊക്കെയുള്ള തിരിച്ചറിവും ലജ്ജാബോധവും ഒക്കെ കുട്ടിയിൽ ഉണ്ടാകുന്നത് പിന്നീടാണ്. ശരിക്കും സ്വർഗത്തിലെത്തിയ ആദം ഹവ്വ ദമ്പതികൾ പെറ്റുവീണ കുഞ്ഞിന്റെ നിഷ്കളങ്കതയുള്ള അങ്ങേയറ്റം വിശുദ്ധിയുള്ള അവസ്ഥയിലായിരുന്നു. പാപം എന്താണെന്ന് പോലും അവർക്കറിയില്ല. കാരണം അങ്ങനെ ഒരു ലോകത്തെ അവർ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. അള്ളാഹു അവരെ സൃഷ്ടിച്ചു, സവിശേഷമായ കഴിവുകൾ നൽകി, എന്നിട്ട് സ്വർഗത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ്. അതേ സമയത്ത് പൈശാചികമായ ദുർബോധനം ഉണ്ടാകുന്നു, അതിന് വഴിപ്പെട്ടു പോകുന്നു. അതിനെ തുടർന്ന് എന്തായി? പെട്ടെന്ന് അവർ നഗ്നരായ പോലെ അവർക്ക് അനുഭവപ്പെടാൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്താൽ അത് സമൂഹം അറിഞ്ഞു എന്ന് അയാൾക്ക് മനസ്സിലായാൽ അയാൾ എന്താ ചെയ്യാം? അയാൾ ഒന്നുകിൽ വീട്ടിൽ കയറി ഒളിക്കും. അയാൾ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട് എന്നാലും അയാള് ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നടക്കും, അല്ലെങ്കിൽ നാട് വിട്ടു പോയി കളയും. പിന്നെയും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിലരെന്താ ചെയ്യാം? ഈമാൻ ഇല്ലാത്തവര് ആത്മഹത്യ ചെയ്ത് കളയും അല്ലേ. അവർക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട് വീട്ടില്, ആ ഡ്രസ്സ് കൊണ്ട് നന്നായിട്ട് മറച്ചിരുന്നാൽ പോരെ. അതാണ് മനുഷ്യനിലെ ആ അഭിമാന ബോധം അവനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടി, കുറ്റബോധവും വേട്ടയാടും. ഇതാണ് സംഭവിക്കുന്നത്. ശരിക്കും ഖുർആനിന്റെ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അവരിലെ കുറ്റബോധം വെളിപ്പെടുവാൻ, അതല്ലെങ്കിൽ അവരില് ലജ്ജാശീലം ഉണ്ടാകുവാൻ ഉള്ളൊരു നിമിത്തമായിട്ടത് മാറാണ്. അപ്പൊ തങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയാണ് ഇബ്ലീസ് ഇത് ചെയ്തത് എന്ന് പറയാണ്. അഥവാ അവരെ തെറ്റിൽ അകപ്പെടുത്താൻ വേണ്ടിയാണ് പിശാജ് ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നത്. പിശാജിന്റെ ആദ്യത്തെ, അയാളുടെ ഈ പ്രൊജക്റ്റിന്റെ ആദ്യത്തെ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ. അള്ളാഹുമായിട്ട് നടത്തിയ വെല്ലുവിളിയുടെ ഭാഗമായി മനുഷ്യനിൽ ഇത് ഫലിക്കുമോ ഇല്ലയോ എന്നുള്ള ആദ്യ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിലാണ് മനുഷ്യൻ തോൽക്കുന്നതും പിശാജ് വിജയിക്കുന്നതും എന്ന് കാണാം. എന്നിട്ട് പിശാജ് വിഷയം പ്രസന്റ് ചെയ്യാണ്. മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ. വേറെ സ്വർഗത്തിൽ ലക്ഷക്കണക്കായ വൃക്ഷങ്ങളുണ്ട്, ധാരാളം പഴവർഗ്ഗങ്ങളുണ്ട്, എന്ത് വേണമെങ്കിലും എവിടെ വെച്ചും കഴിക്കാം. പക്ഷെ ഈ ഒരു വിഷയത്തിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുവരികയാണ്, അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. അതാണ് ആദ്യ ഇബ്ലീസ് ചെയ്യുന്നത്. അതാണ് മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ. ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് എന്തിനാണെന്നറിയോ? വേറെ ഒരുപാട് വൃക്ഷമുണ്ട്, അതിനെക്കുറിച്ച് മൂപ്പർക്ക് പറയേണ്ടതില്ല. എന്താണ്? നിങ്ങൾ രണ്ടുപേരും മലക്കാവും അത് കഴിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ശാശ്വതരായി മാറും എന്നതുകൊണ്ടാണ്. അപ്പൊ ഇവരുടെ ചിന്ത ഇതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. നമ്മുടെ അവസ്ഥ അത് തന്നെയല്ലേ. അള്ളാഹു അനുവദിച്ച ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ അവൻ അനുവദിച്ചിട്ടില്ലാത്ത എന്തോ ഒന്ന് ചെയ്യാനുള്ളൊരു പ്രേരണ മനസ്സിലുണ്ടാകുന്നു അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുമ്പോ എന്തിനാ അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത്? എപ്പോ നോക്കിയാൽ ഒരു നിസ്കാരം, 5 നേരം നിസ്കരിക്കേണ്ടതുള്ളൂ, അതിന് കുറഞ്ഞ സമയം വേണ്ടു. പക്ഷെ മനസ്സിന് എപ്പോഴും അതിനെക്കുറിച്ചുള്ള വിചാരമാണ്, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം അല്ലേ. ഒരു മഫ്തയിടണം, വസ്ത്രധാരണത്തിൽ സ്ത്രീകള് മുഖവും മുൻകൈയും ഒഴികെ മറക്കണം. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ഫാഷൻ ആവിഷ്കരിക്കാം, അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവനും അല്ലേ. അങ്ങനെയാണ്. അപ്പൊ അതിനാൽ ആ ഒരു പോയിന്റ്, അള്ളാഹു ഏതാണോ നിരോധിച്ചത് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിനെ എങ്ങനെ അനുവദനീയാക്കാം, ഇബ്ലീസ് കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ ചില പരസ്യവാചകങ്ങളിൽ വീണു പോകുന്നില്ലേ? ഇപ്പോ ഓൺലൈൻ കാലത്ത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് സാധനം വന്നു നോക്കുമ്പോൾ ഉദ്ദേശിച്ചതേ അല്ല, പക്ഷെ പരസ്യവാചകത്തിൽ വീണു.
എന്ന് പറയുന്ന പോലൊരു അവസ്ഥയാണ് ശരിക്കും പൈശാചിക ദുർബോധനങ്ങൾ പെട്ടുപോകുമ്പോൾ. അത് വല്ലാത്തൊരു സംഭവമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അനുഭവിച്ച് കഴിയുമ്പോഴോ ഇത്രയേ ഉള്ളോ, ഒരുപാട് കുറ്റബോധവും ആക്ഷേപങ്ങളും മാത്രം ബാക്കിയാവും. ഇവിടെ ഇബ്ലീസ് പ്രലോഭിപ്പിച്ചു നോക്കും, ഇല്ല അൻ തക്കൂന മലക്കൈൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും മലക്കുകളാകാം. അപ്പൊ നിങ്ങൾ മലക്കുകളാകരുത് എന്ന് അല്ലാഹു തീരുമാനിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾ അത് കഴിക്കരുതെന്ന് പറഞ്ഞത്. രണ്ടാമത് പറയുന്നത്, നിങ്ങൾ അത് കഴിച്ചാൽ നിങ്ങൾക്ക് പിന്നെ മരണം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇതേ വിഷയം അല്ലാഹു തആല സൂറത്ത് ത്വാഹ 120 മറ്റൊരു ശൈലിയിൽ പറയുന്നുണ്ട്. ഇബ്ലീസ് പറഞ്ഞ പരസ്യവാചകം എന്താണെന്നറിയോ? ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദ്, അമൃതവൃക്ഷം എന്നാണ്. ഷജറത്തുൽ ഖുൽദ് എന്ന് പറഞ്ഞാൽ അതിലെ പഴം കഴിച്ച ആള് പിന്നെ മരിക്കൂല. അങ്ങനെ ഒരു വൃക്ഷത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെ. വമുൽക്കിൻ ലാ യബ്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ആധിപത്യം, അധികാരവും കിട്ടും. ശരിക്കും എങ്ങനെയായിരിക്കും പറഞ്ഞത്? ആദമേ, നിനക്ക് സംഭവം അറിയോ? ഈ പടച്ചോൻ എങ്ങനെയാണ് പടച്ചോനായതെന്നറിയോ? ഈ മരത്തിലെ പഴം കഴിച്ചിട്ടാണ്. അത് കഴിച്ചപ്പോ പിന്നെ അവന് മരണമില്ലാതെയായി, അവന് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരവും കിട്ടി. അപ്പൊ നീ അത് കഴിച്ചാൽ നീയും അതുപോലെ മറ്റൊരു പടച്ചോനാവും. അപ്പൊ അള്ളാഹുവിന് ഒരു എതിരാളി ഉണ്ടാവും, അല്ലെ? അതുകൊണ്ടാണ് നിന്നെ അതിൽ നിന്ന് വിലക്കിയത്. വളരെ സമർത്ഥമായിട്ടാണ് ബോധ്യപ്പെടുത്തിയത് ആ പരസ്യവാചകം. ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദ്, നിനക്കൊരു അമൃത വൃക്ഷത്തെ കുറിച്ച്, ഒരിക്കലും മരിക്കാത്ത വിധത്തിൽ ജീവിക്കാൻ വേണമെങ്കിൽ അതിലെ കനി നീ കഴിച്ചാൽ മതി. മുൽക്കില്ല യബ്ല, ഒരിക്കലും നശിച്ചു പോകാത്ത ആധിപത്യവും നിനക്ക് കിട്ടും. ഇങ്ങനെയാണ് കൊതിപ്പിച്ചത്. അതിലാണ് ആദം വീണുപോയത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു പെടുത്തി കളഞ്ഞു. വഖാസമഹുമ ഇന്നി ലക്കുമാ ലമിനൻ നാസിഹീൻ, എന്നിട്ട് ഇബ്ലീസ് അവർ രണ്ടുപേരോടും സത്യം ചെയ്ത് പറയാൻ. ഖാസമ സത്യം ചെയ്തു, ആണയിട്ടു എന്നാണ്. ലാ ഉഖ്സിമു ഒക്കെ ഉണ്ടല്ലോ, ഖസമ എന്ന് പറഞ്ഞാലും ഖാസമ എന്ന് പറഞ്ഞാലും അത് തന്നെ അർത്ഥം. ഖാസമ എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞ് സത്യം ചെയ്ത് ബോധ്യപ്പെടുത്തി എന്നുള്ള ഉദ്ദേശമാണ്. വഖാസമഹുമ, അവർ രണ്ടുപേരോടും സത്യം ചെയ്തു, ഇന്നി, തീർച്ചയായും ഞാൻ, ലക്കുമ, നിങ്ങൾക്ക് രണ്ടുപേർക്കും, ലമിനൻ നാസിഹീൻ, നിങ്ങളുടെ ഗുണകാംക്ഷികളിൽപ്പെട്ടവനാണ് ഞാൻ. നിങ്ങളെ നന്മക്ക് വേണ്ടി പറഞ്ഞാണ്. ഒന്ന് കഴിച്ചു നോക്കൂ, ഒരു പഴമല്ലേ, എന്താ കുഴപ്പം? അത് കഴിച്ചാൽ ഇത്രയും മഹത്തായ അനുഗ്രഹങ്ങൾ കിട്ടുമെങ്കിൽ പിന്നെ എന്താ ഒന്ന് കഴിച്ചാൽ? അല്ലെങ്കിൽ ഒരു പഴമല്ലേ, അത് കഴിച്ച് അതുകൊണ്ട് എന്ത് നഷ്ടം ഉണ്ടാവാനാണ് എന്ന രൂപത്തിൽ ഇബ്ലീസ് പ്രേരിപ്പിച്ചു. സാധാരണ മനുഷ്യൻ തെറ്റിലകപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആലോചിക്കും, ഇത് അള്ളാഹു തന്നെ എനിക്ക് നൽകിയൊരു അവസരമായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ കൺമുമ്പിൽ ഈ പഴം വന്ന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്തോ പടച്ചോൻ തന്നെ ഇബ്ലീസിനെ കൊണ്ടുവന്ന് എനിക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കിയതായിരിക്കും. ഏതായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഈ രൂപത്തില് ഇയാള് പറയാൻ, എനിക്ക് പ്രത്യേകിച്ച് ലാഭം ഉണ്ടായിട്ടൊന്നുമല്ല, നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. എൻ്റെ പണി കഴിഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. ഈ രൂപത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, പെട്ടുപോകും. അപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ നാട്ടില് എന്തൊക്കെ ഓഹരി തട്ടിപ്പുകളാണ്. ജ്വല്ലറിയിൽ പണം നിക്ഷേപിച്ചിട്ട്, ഓൺലൈൻ സംവിധാനങ്ങളിൽ നിക്ഷേപിച്ച് പലതരം ചൂതാട്ടങ്ങൾ. കേരളീയരാണ് പ്രത്യേകിച്ചും അതിലൊക്കെ അകപ്പെട്ടു പോകുന്ന അത്ര. അങ്ങനെ ലക്ഷങ്ങളും കോടികളും വരെ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്. പെട്ടുപോവാണ്. പെട്ടെന്ന് ഇങ്ങനെ പണം കായ്ക്കുന്ന മരം മുമ്പിൽ വന്ന് നിൽക്കാൻ. അപ്പൊ ഇങ്ങനെ പലതിലും മനുഷ്യൻ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്വാഭാവികമായും നമ്മുടെ വല്ലിപ്പയും വല്യമ്മയും അകപ്പെട്ടു പോയി എന്നാണ് ചരിത്രം പിന്നീട് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇതേ പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലേ? ഇബ്ലീസ് വരുന്നുണ്ട്,
തെറ്റാണ് നമുക്ക് ബോധ്യമുണ്ടായിട്ടും നമ്മൾ ഒന്ന് ചെയ്ത് നോക്കാം എന്ന നിലക്ക് അതിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നു, എന്നിട്ട് ചെയ്യുന്നു, അതിൽ പെട്ടുപോകുന്നു, പലതരം ഇടപാട്, പലിശ ഇടപാടിൽ ചെന്നുപെടുന്നു, കള്ളം പറയുന്നു, വിശ്വാസവഞ്ചന ചെയ്യുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അബദ്ധങ്ങളിൽ നമ്മൾ ചെന്നുപെടുന്നു, ഒടുവില് സങ്കടപ്പെടുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനാൽ മനുഷ്യകുലത്തിന് അള്ളാഹു നിശ്ചയിച്ച ഈ പരീക്ഷണ ഘട്ടത്തെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനാണ് അള്ളാഹു ഈ സൂക്തങ്ങളിലൂടെ ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ ഈ സംഭവം പല ശൈലിയിൽ ഖുർആൻ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് അടുത്ത സൂക്തം മുതൽ 22-ാമത്തെ സൂക്തം മുതൽ അള്ളാഹു താല വിശദീകരിക്കുന്നുണ്ട്. പടച്ച തമ്പുരാൻ അവന്റെ വചനങ്ങളെ യഥാവിധി പഠിക്കുവാനും ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ വിലയിരുത്തുവാനും ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, നീ പരീക്ഷണമായി നിശ്ചയിച്ച ഈ താൽക്കാലിക ജീവിതത്തില് വിജയം നേടുവാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. പ്രകോപനങ്ങളിൽ അകപ്പെട്ട് പൈശാചിക ദുർബോധനങ്ങളിൽപ്പെട്ട് ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ നാഥ. പടച്ചവനെ, ധീരമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുവാൻ, ഏത് ഇരുളിലും വെളിച്ചത്തിലും ആൾക്കൂട്ടത്തിലും ഏകാന്തതയിലും നീ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവോട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എറണാകുളത്തെ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ സംബന്ധിച്ചിരുന്ന സാലിഹ് സാഹിബ്, കല്ലേൽ കുടുംബത്തിൽപ്പെട്ട സാലിഹ് സാഹിബ് കുറച്ച് നാളുകളായിട്ട് ആശുപത്രിയിലാണ്. സ്ട്രോക്ക് വന്ന് അതിനെ തുടർന്ന് സർജറി ചെയ്തു. ഇപ്പോഴും 2 ആഴ്ചകളിലേറെയായിട്ട് അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞിട്ടില്ല. അല്ലാഹുവേ, പൂർണ്ണ ശിഫ നൽകി സാലിഹ് സാഹിബിനെ അനുഗ്രഹിക്കണേ റബ്ബേ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകണേ നാഥ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, ബന്ധുമിത്രാദികൾക്ക് മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ശ്ഫി അന്ത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും.